ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് കാന്ത പടം പോയി കണ്ടു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ 1950s നടക്കുന്ന ഒരു സിനിമ ഉണ്ടാക്കുന്ന സ്റ്റുഡിയോ അവിടെ നടക്കുന്ന കാന്ത എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കണം. അതിൽ ചൊല്ലി ഉള്ള കോൺട്രവേഴ്സി, ഗുരു ശിഷ്യനും തമ്മിലുള്ള ബന്ധം അതൊക്കെ എടുത്ത് കാണിച്ചിരിക്കുന്ന സിനിമയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന പ്രണയം ഒക്കെ ഗംഭീരമായിട്ട് കാണിച്ചിട്ട് ഇതിൽ കൈകാര്യം ചെയ്ത ക്യാരക്ടേഴ്സ് TQ ആയി കഴിഞ്ഞാൽ ഭാഗ്യശ്രീ ബോർസി നടിയാണ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പഴയ നടിയമാര് തന്നെ. പിന്നെ റാണ തെഗ്പതി സെക്കൻഡ് ഹാഫിന് ശേഷം വരുന്നത് അവിടെ തൊട്ട സിനിമ ത്രില്ലിംഗ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ഹാഫാണ് ഇതിൻ്റെ എല്ലാം കൊണ്ടും മികച്ചതായിട്ട് നിൽക്കുന്നത്. ഫസ്റ്റ് ഹാഫാണ് ഏറ്റവും ഗംഭീരമായിട്ട് നിൽക്കുന്നത്. എല്ലാം കൊണ്ടും ഫസ്റ്റ് ഹാഫാണ്. പിന്നെ സമുദ്രകന്നി ആളുടെ ഗംഭീര ക്യാരക്ടർ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്തുകൊണ്ട് മികച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കഥ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ്, ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഉള്ളത്. ആൻഡ് സെക്കൻഡ് ഹാഫ് വെച്ചാൽ ഒരുപാട് മിസ്മാച്ചൊക്കെ കുറേ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വലിച്ചു നീട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് എന്ന് പറയുകയാണെങ്കിൽ. എന്നാലും കുഴപ്പമില്ല. ക്ലൈമാക്സിൽ അവർ മാക്സിമം തന്നെ കൊണ്ടുപോയിട്ടുണ്ട് പടം. ഓവർ ഡ്രമാറ്റിക്കാണ് ഈ സിനിമ. ഓവർ ഡ്രമാറ്റിക് തന്നെ കാണണം. കാരണം അന്നത്തെ ബയോപിക് പോലെ തന്നെ തോന്നിപ്പിക്കുന്ന സിനിമയാണ്. പക്ഷേ ഇത് ബയോപിക് അല്ല, അങ്ങനത്തെ ഒരു പടം. ഫിക്ഷനാണ്, ഫുൾ ഓഫ് ഫിക്ഷനാണ് ഈ പടം. പിന്നെ സിനി ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സിനിമ പോയി കാണണം. മസ്റ്റ് വാച്ചാണ് അവർക്ക് സിനി ഫയൽസ്. നോർമൽ ഓഡിയൻസിൻ്റെ കാര്യം എനിക്കറിയാൻ പാടില്ല. നോർമൽ ഓഡിയൻസ് പല തരമില്ലേ, അപ്പോൾ അവരുടെ കാര്യം എനിക്കറിയാൻ പാടില്ല. സിനി ഫയൽസ്, സിനിമ ലവേഴ്സ് ഒക്കെ പോയി കണ്ടിരിക്കണം.